അവന്റെ അധികാരം എവിടം വരെ പോകും നമുക്കൊന്ന് കാണണം. അതെവിടം വരെ പോവാനേ മാളു? ഈ മാളിവിടെ ഉള്ളപ്പോ അങ്ങനെ പോന്ന് തോന്നുന്നുണ്ട്. അഭിജയ് പേരെഴുതുന്നു പറഞ്ഞ പേരെഴുതും, പിന്നെ ആര് പറഞ്ഞാലും വെട്ടില്ല, അത് മനസ്സിലാക്കി വെച്ചു. മാളുവേ കണ്ട അഭിജയുടെ വർത്താനത്തിൽ അഹങ്കാരം കണ്ട. അവന്റെ അഹങ്കാരം ഈ മാളുവിന്റെ അടുത്തേക്ക് എടുത്ത് വന്ന അവന്റെ അഭിജയും ഒക്കെ ഞാൻ തീർക്കും. അത് മതി മാളു, അത് മതി, പാക്കുന്നത് കേട്ടാ മതി. മാളു അഭിജയ് ക്ലാസ്സിലെ ലീഡർ ആണെങ്കിൽ അഭിജയ് പേരെഴുതിയിരിക്കും. അതാണ് അഭിജയുടെ സ്റ്റൈല്. മാളുവേ കണ്ട കണ്ടില്ലേ അവന്റെ അഹങ്കാരം കണ്ടില്ലേ മാളു? തീർത്തു കൊടുക്ക് മാളു, തീർത്ത് കൊടുക്ക്. ഞാൻ കണ്ടു എന്റെ പൊട്ടം പാക്കര, നീ ചാവല്ല ഇങ്ങനെ കിടന്ന്, നമുക്ക് തീർക്കാം. നീ കണ്ടോ? അത് മതി മാളു, അത് മതി. നിനക്കെന്താ ഈ ക്ലാസ്സിലെ ബാക്കിയുള്ള പിള്ളേരുടെ പോലെ അല്ലേ കുമ്പിട്ട റൂൾസ് മാറുകയല്ലേ നിനക്ക്? അല്ലേന്ന് അശുമാളുവേ നോക്കിയേ. ഇനി പാക്കറിന്റെ മാളും അവിടെ കിടന്ന് വർത്താനം പറഞ്ഞ ബോർഡിൽ നിങ്ങൾ രണ്ടുപേരും പേര് എഴുതിയിരിക്കും. ഈ അഭിജയ് ഓർത്തിരുന്നോ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കൊടുത്തു സൂപ്പർ അഭിജയ്, സൂപ്പർ. നിന്നൂസ് പേടിക്കുന്നത് അഭിജയ് നമ്മുടെ തെക്കനാ. മാളൂരും പാക്കറിനും ലാസ്റ്റ് വാണിങ്, ലാസ്റ്റ് വാണിങ്. നീ ആരോടാ പരക്ക അഭിജയ് ഞങ്ങൾക്ക് വാണിങ് തരാൻ? ആരാ നീ? നിനക്ക് എത്ര ധൈര്യമുണ്ടോ ഞങ്ങളുടെ പേരെഴുതാൻ? ആൻസർ പറയണ, ആൻസർ പറയണ അഭിജയെ പറയണ. അല്ല പിന്നെ പറയണ. ഞാനാണ് ഈ ക്ലാസ്സിലെ ലീഡറെങ്കിൽ ഞാൻ പേരെഴുതിയിരിക്കും. ഇതാ അഭിജയ പറഞ്ഞേ, അത് മാളൂന്റെ ആയാലും പാക്കരന്റെ ആയാലും. ഇനി നിന്റെ ഒക്കെ വായി തുറന്ന ഈ ബോർഡിൽ നിങ്ങളുടെ പേരിരിക്കും, മനസ്സിലാക്കിക്കോ. ഞാനും ഈ ക്ലാസ്സിലെ ലീഡറാണ് അഭിജയെ. നോക്കിയും കൊണ്ടും വർത്താനം പറഞ്ഞില്ലെങ്കിൽ നീ അനുഭവിക്കും, മനസ്സിലാക്കിക്കോ. എടാ അഭിജയെ, നിന്റെ ലീഡർ സ്ഥാനം രാജിവെച്ച് നീ ഓടിക്കോ, അതായിരിക്കും നിനക്ക് ഇപ്പൊ നല്ലത്. പ്രശ്നമാണെന്ന് തോന്നുന്നുട്ടാ, രണ്ട് ടീം സടിയാണെന്ന് തോന്നേ, നമുക്ക് ഇടപെടണ. എടാ സുബു, കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാവണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അതുണ്ടാവട്ടെ, എന്നാലല്ലേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അല്ലടേ സുബു, മനീശ്വരമാരെ പ്രശ്നമാവൂടില്ല. അയ്യോ കണ്ട കണ്ട ചെക്കൻ നല്ല പടപടക്കുണ്ട്. അഭിജയിക്ക് ഞാനല്ലേ ട്യൂഷൻ എടുത്തു കൊടുക്കണേ വൈകുന്നേരം. അറിയോ എന്തിന്റെ ട്യൂഷനാണ് രാഹുലേ? എന്തിന്റെ ട്യൂഷൻ? എന്തിന്റെ ട്യൂഷനാണ്? ധൈര്യത്തിന്റെ ട്യൂഷൻ. ധൈര്യം കിട്ടാനായിട്ട് അഭിജയ ഞാനല്ലേ ട്യൂഷൻ എടുത്തു കൊടുക്കണേ. ഈ മിന്നൂസിനൊന്നും അറിയില്ല. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു സംഭവം. നീ പറയുമ്പോ ലീഡർ സ്ഥാനം രാജിവെച്ചു പോവാൻ നീ ആരടാ? അവൻ ആരാണ് അല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിന്നോട് പറഞ്ഞത് കേൾക്കാം, അത് മതി. അല്ല പിന്നെ അത് മതി. മാളുവിന്റെ റൂള് അതാണ്, ഈ ക്ലാസിന്റെ റൂള്. മാളു എന്ന് പറഞ്ഞാൽ മാളു ഒരു വാട്ടി പറഞ്ഞാൽ 100 വാട്ടി പറഞ്ഞ മാതിരി. കിടക്കട്ടെ മാളു, ഒരു പഞ്ചിനി പക്കന്റെ കെട്ടതികളെ പറ്റൂ. നിന്നോടൊന്ന് പറഞ്ഞതിന്റെ ചെവിട്ടിൽ കേറില്ലല്ലേ? നിന്റെ പേര് ബോർഡിൽ എഴുതാൻ നീ പഠിച്ചുള്ളൂ. കാണിച്ചേടാ. അയ്യോ മാളു, നമ്മുടെ പേര് ബോർഡിൽ എഴുതി മാളു. അയ്യോ നിന്നോടൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞത് മിണ്ടാണ്ടിരിക്കുന്നു. അനുഭവിച്ചോ? പിന്നെ ഇനി 1 വട്ടം വിട്ട് 10 വട്ടം കൂട്ടി എഴുതും ഞാൻ. ഈ മോളുടെ പേര് എഴുതാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോടാ? നീ തീർന്നു അഭിജയെ, നീ തീർന്നു, നീ തീർന്നുടാ. അത്രയ്ക്കായ വീണ്ടും മിണ്ടുന്ന അന്ന് കാണിച്ചേടാ. പിടിച്ചോ. അയ്യോ മാളു, വീണ്ടും പേര് കൂട്ടിയെഴുതി. അയ്യോ ഇനിക്ക് നിന്റെ വായ തുറന്ന 100 1000 വെച്ച് എഴുതും പേരൊക്കെ, മനസ്സിലാക്കിക്കോ.
മാളുവേ അവന് കണക്ക് കൂട്ടാൻ അറിയില്ലട്ടാ. അവ ഇഞ്ചു 10 എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതി വെച്ചിരണ്ട 100 മണ്ടൻ. ഒന്നും മിണ്ടാണ്ട് നിറപ്പാക്കണ. നിനക്ക് എങ്ങനെയാണ് ഈ സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റണേ? അവനെ നീ ഇങ്ങോട്ട് വിളിച്ചേ, ഇങ്ങോട്ട് വിളിക്ക്. വേളി പറയണ പോലെ വിജയെ ഇവിടെ വന്നടാ, ഇവിടെ വരാൻ. നീ വിളിക്കുമ്പോ ഞാനല്ല വിളിച്ചത്, ഈ ക്ലാസ്സിലെ മറ്റൊരു ലീഡർ മാളോട് വിളിച്ചത്. നീ മര്യാദയ്ക്ക് വന്നോ, അല്ലെങ്കിൽ നിനക്ക് ഇതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും.